പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കാര്യത്തിൽ താനെടുത്ത തീരുമാനം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൃഷ്. ഇതേ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോകുന്നു വരുൺ. പക്ഷേ വരുണിനെ ചെന്ന് കാണുകയാണ് വരുണിന്റെ അച്ഛൻ. എന്താണ് വരുൺ, എന്താണ് സംഭവിച്ചത്, എന്തിനാണ് കൃഷ് വന്നത് എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന് വരുൺ കൃഷ് തന്നെ വെല്ലുവിളിക്കാനാണ് വന്നത് എന്നുള്ള കാര്യം തുറന്നു പറയുന്നു. എന്നെ കൃഷ് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കൺമണിയെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നും കൺമണിയെ അവൻ തന്നെ സ്വന്തമാക്കും എന്നുമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്? എന്താണ് നിന്റെ മനസ്സിലുള്ളത്? ഞാൻ എന്തായാലും തോറ്റുകൊടുക്കാൻ പോകുന്നില്ല. കൺമണിക്ക് വേണ്ടിയാണ് ഇത്രയും നാൾ കാര്യങ്ങൾ ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി എന്നെ പൊട്ടനാക്കി അവളെയും കൊണ്ടുപോകാം എന്നുള്ള ആഗ്രഹമാണ് അവരുടെ മനസ്സിലെങ്കിൽ അതൊരിക്കലും നടക്കുകയില്ല. ഞാൻ അതിന് സമ്മതിക്കുകയില്ല. എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയല്ല. ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും അച്ഛാ. അങ്ങനെ ചെയ്യണമടാ. എന്തായാലും നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? എൻ്റെയിൽ കൃത്യമായ പ്ലാനുണ്ട്. അച്ഛൻ കാത്തിരുന്ന് കണ്ടു ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഇതോടെ വരുൺ പുതിയ പദ്ധതികളുമായി മുന്നിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി വരുൺ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് കൺമണിയുടെ. ആ വരവ് കണ്ട് ധനലക്ഷ്മി ഒന്ന് ഞെട്ടിപ്പോകുന്നു. മനോജിനെ ചെന്ന് കാണുന്ന ധനലക്ഷ്മി, മനോജേട്ടാ, വരുൺ വന്നിട്ടുണ്ട്. എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്തായാലും നോക്കട്ടെടി. വരുണിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് ഇപ്പോൾ മനോജ്. അല്ല വരുൺ, എന്ത് പറ്റി? ഇങ്ങനെയൊരു വരവ് ഞാൻ പ്രതീക്ഷിച്ചതല്ലോ. അല്ല മനോജേട്ടാ, ചില കാര്യങ്ങൾക്ക് നമ്മൾ വരിക തന്നെ വേണം അല്ലോ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു. ആ അതെ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. നീ എന്താ കാര്യം പറ. അത് പിന്നെ മനോജേട്ടാ, ഈ വീടിന്റെ ഉടമസ്ഥൻ ഇപ്പോൾ ഞാനാണല്ലോ. മാത്രവുമല്ല, നമ്മൾ വിവാഹത്തിന്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങൾ നേരത്തെ എടുത്തിരുന്നു. ആ കാര്യത്തിൽ ഇപ്പോഴെന്തെങ്കിലും മാറ്റമുണ്ടോ? അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്ത് മാറ്റം? മനസ്സിലായില്ല. അല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കുറെ നാളായല്ലോ. ഇനിയിപ്പോൾ വിവാഹം വെച്ച് താമസിപ്പിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല വരുണെ, നിന്റെ ഈ അവസ്ഥയിൽ എങ്ങനെയാടാ വിവാഹവും മറ്റു കാര്യവും നടത്തുക? കൈയൊക്കെ ഒന്ന് ശരിയായിട്ട് പോരെ? അത് മതി. പക്ഷേ എന്തെങ്കിലും തീരുമാനത്തിൽ മാറ്റമുണ്ട് എങ്കിൽ എന്നോട് ഇപ്പോൾ തന്നെ പറയണം. ബാക്കി കാര്യങ്ങൾ എനിക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനാണല്ലോ. മാറ്റമോ? എന്ത് മാറ്റം? ഏയ് ഇല്ലില്ല, മാറ്റമൊന്നുമില്ല. അല്ല മനോജേട്ടാ, എന്തെങ്കിലും മാറ്റം മനോജേട്ടന്റെ ഭാഗത്ത് നിന്നല്ല, ചിലപ്പോൾ കൺമണിയുടെ ഭാഗത്ത് നിന്നും സംഭവിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചതാ. കൺമണിയുടെ ഭാഗത്ത് നിന്ന് ഒരു മാറ്റവുമില്ല. അത് ഞാൻ നിനക്ക് ഉറപ്പു നൽകുന്ന കാര്യമാണ്. നീ എന്തായാലും കല്യാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിക്കോ. എന്തു പറയുന്നു? ആണോ? എന്നാൽ ഞാൻ വിവാഹത്തിന്റെ തീയതി ഉടൻ തന്നെ അറിയിക്കാം. പക്ഷേ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് കൺമണി വരികയാണ്. കൺമണി ഇതോടെ
വരുണിനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു. വരുൺ, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം. ആ സത്യാവസ്ഥ മറച്ചുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വരുൺ, കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതോടെ വരുൺ, അതെന്താ അങ്ങനെ ഒരു വർത്താനം? ഇതുവരെ അങ്ങനെയല്ലല്ലോ നമ്മൾ സംസാരിച്ചത്. മാത്രവുമല്ല, ഈ വിവാഹം നടന്നില്ല എങ്കിൽ ഈ വീട് എന്റേതാണ്. അവിടെ നിന്ന് ഇറങ്ങിത്തരേണ്ടതായി തന്നെ വരും. മാത്രവുമല്ല, ലക്ഷങ്ങളാണ് സ്ത്രീധനത്തിന്റെയും മറ്റു കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ചതിക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള തിരിച്ചടി ലഭിക്കുമെന്നുള്ള കാര്യം മനോജേട്ടാ അറിയാമല്ലോ. ഇത് കേൾക്കുന്ന മനോജ്, അയ്യോ, ചതിക്കാൻ ഒന്നും ശ്രമിച്ചിട്ടില്ല. നിന്റെയിൽ നിന്ന് വാങ്ങിയതെല്ലാം ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. കൺമണി ഒരു വാശിയുടെ പുറത്ത് പറഞ്ഞതാ. കാര്യങ്ങളെല്ലാം ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. വരുൺ ഇപ്പോൾ ധൈര്യമായി പൊക്കോ. ഇതും പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടിരിക്കുകയാണ് മനോജ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.